പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പറയുന്ന സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കുവാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. It is used to describe actions that are currently happening at the moment of speaking. നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഇസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing ആണ് അതിൻ്റെ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. I'm reading a book. I'm reading a book. ഞാനൊരു പുസ്തകം വായിക്കുന്നു. She is studying for her exam. She is studying for her exams. അവൾ പഠിക്കുന്നു. They are playing soccer. They are playing soccer. അവർ ഫുട്ബോൾ കളിക്കുന്നു. ദെൻ നെഗറ്റീവ് സെൻറ്റൻസ് അതേ സ്ട്രക്ചറാണ്. സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഇസ് ഓർ ആർ പ്ലസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന നോട്ട് പ്ലസ് വേർബ് പ്ലസ് ing ആണ് അതിൻ്റെ സ്ട്രക്ചറായിട്ട് വരിക. നെഗറ്റീവ് സെൻറ്റൻസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ആം നോട്ട് വാച്ചിങ് ടി വി. ആം നോട്ട് വാച്ചിങ് ടി വി. ഞാൻ ടി വി കാണുന്നില്ല. ഹി ഈസ് നോട്ട് കമ്മിങ് ടു ദ പാർട്ടി. ഹി ഈസ് നോട്ട് കമ്മിങ് ടു ദ പാർട്ടി. അവൻ പാർട്ടിക്ക് വരുന്നില്ല. വി ആർ നോട്ട് ഈറ്റിംഗ് ഡിന്നർ റൈറ്റ് നൗ. വി ആർ നോട്ട് ഈറ്റിംഗ് ഡിന്നർ റൈറ്റ് നൗ. ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ സെൻറ്റൻസ് എങ്ങനെ ചോദിക്കാം, അതിൻ്റെ ഒരു എക്സാമ്പിൾസ് നോക്കാം. ആർ യു ലിസണിങ് ടു മ്യൂസിക്? ആർ യു ലിസണിങ് ടു മ്യൂസിക്? നിങ്ങൾ സംഗീതം കേൾക്കുകയാണോ? ഈസ് ഷീ വർക്കിംഗ് ടുഡേ? ഈസ് ഷീ വർക്കിംഗ് ടുഡേ? അവൾ ഇന്ന് ജോലി ചെയ്യുകയാണോ? ആർ ദേ ഗോയിങ് ടു ദ സ്റ്റോർ? ആർ ദേ ഗോയിങ് ടു ദ സ്റ്റോർ? അവൾ കടയിലേക്ക് പോവുകയാണോ? ദെൻ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ഷൻസ് ഹാപ്പനിങ് നൗ, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഷീ ഈസ് ടോക്കിംഗ് ഓൺ ദ ഫോൺ. ഷീ ഈസ് ടോക്കിംഗ് ഓൺ ദ ഫോൺ. അവൾ ഇപ്പോൾ ഫോണിൽ സംസാരിക്കുന്നു. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. കുട്ടികൾ പാർക്കിൽ കളിക്കുകയാണ്. ദെൻ ടെമ്പററി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യേണ്ട എക്സാമ്പിൾസ് നോക്കാം. ഐ ആം ലിവിങ് വിത്ത് മൈ പാരൻസ് ഫോർ ദ സമ്മർ. ഐ ആം ലിവിങ് വിത്ത് മൈ പാരൻസ് ഫോർ ദ സമ്മർ. ഈ വേനൽക്കാലത്ത് ഞാൻ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. ഷീ ഈസ് സ്റ്റേയിങ് അറ്റ് ഹെർ ഫ്രണ്ട്സ് ഹൗസ് ഫോർ എ ഫ്യൂ ഡേയ്സ്. ഷീ ഈസ് സ്റ്റേയിങ് അറ്റ് ഹെർ ഫ്രണ്ട്സ് ഹൗസ് ഫോർ എ ഫ്യൂ ഡേയ്സ്. അവൾ കുറച്ച് ദിവസത്തേക്ക് സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. ദെൻ ഫ്യൂച്ചർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവില്ല, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾസ് നോക്കാം. വി ആർ മീറ്റിംഗ് ദം അറ്റ് 6 PM. വി ആർ മീറ്റിംഗ് ദം അറ്റ് 6 PM. ഞങ്ങൾ അവരെ വൈകുന്നേരം 6 മണിക്ക് കാണുകയാണ്. ദെൻ നെക്സ്റ്റ്, വി ആർ ഹാവിങ് ഡിന്നർ വിത്ത് ദം ടുമോറോ. വി ആർ ഹാവിങ് ഡിന്നർ വിത്ത് ദം ടുമോറോ. നാളെ ഞങ്ങൾ അവരോടൊപ്പം രാത്രി ഭക്ഷണം കഴിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ആണ് ട്രെൻഡ്സ് ഓർ റിപ്പീറ്റഡ് ആക്ഷൻസ് ഉപയോഗിക്കുമ്പോൾ ഉള്ള എക്സാമ്പിൾസ് ആണ്. മോർ പീപ്പിൾ ആർ യൂസിങ് സ്മാർട്ട് ഫോൺസ്. മോർ പീപ്പിൾ ആർ യൂസിങ് സ്മാർട്ട് ഫോൺസ്. കൂടുതൽ ആളുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതാണ്. പീപ്പിൾ ആർ ബിക്കമിങ് മോർ ഹെൽത്ത് കോൺഷ്യസ് ദീസ് ഡേയ്സ്. People are becoming more health conscious these days. ഈ ദിവസങ്ങളിൽ ആളുകൾ കൂടുതൽ ബോധമുള്ളവരാകുന്നു. ദെൻ ഹാബിറ്റ്സ് ഒക്കെ അറിയണേ. ഓപ്ഷൻ വിത്ത് ഓൾവേസ്. He is always leaving his socks on the floor. He is always leaving his sock on the floor. Then he is always interrupting me when I'm speaking. He is always interrupting me when I'm speaking. ഞാൻ സംസാരിക്കുമ്പോൾ അവൻ എപ്പോഴും എനിക്കു തടസ്സമുണ്ടാക്കാറുണ്ട്. Then പോസിറ്റീവ് സെൻറ്റൻസസ് നോക്കാം. I'm cooking dinner. I'm cooking dinner. They are watching a movie. They are watching a movie. അവർ ഒരു സിനിമ കാണുകയാണ്. She is writing a letter. She is writing a letter.
അവൾ ഒരു കത്ത് എഴുതുകയാണ്. The children are playing in the park. The children are playing in the park. കുട്ടികൾ പാർക്കിൽ കളിക്കുകയാണ്. We are learning English. We are learning English. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. The നെഗറ്റീവ് സെൻറ്റൻസ് നോക്കാം. I'm not sleeping. I'm not sleeping. ഞാൻ ഉറങ്ങുന്നില്ല. He is not studying. He is not studying. അവൻ പഠിക്കുന്നില്ല. They are not coming to the party. They are not coming to the party. അവർ പാർട്ടിക്ക് വരുന്നില്ല. She is not eating breakfast. She is not eating breakfast. അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. We are not going to the beach. We are not going to the beach. ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്നില്ല. Are you reading a book? Are you reading a book? നിങ്ങൾ ഒരു പുസ്തകം വായിക്കുകയാണോ? Is he working today? Is he working today? അവൻ ഇന്ന് ജോലി ചെയ്യുകയാണോ? Are they playing? Are they playing cricket? Are they playing cricket? അവർ ക്രിക്കറ്റ് കളിക്കുകയാണോ? Is she watching TV? Is she watching TV? അവൾ ടി വി കാണുകയാണോ? Are we going to the market? Are we going to the market? Are we going to the market? ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോവുകയാണോ? Are we going to the market? Thank you.